നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വെന്റിലേഷൻ സിസ്റ്റം ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എ സി സിസ്റ്റംസ് ആയിരുന്നു. അതിനകത്ത് യെസ്റ്റർഡേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചില്ലർ, FCU, AHU, കൂളിംഗ് ടവർ, പമ്പ്സ്. ഇനി ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ മെഷീൻസിനെ ഫെമിലറൈസായി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു, പാർട്സ് പഠിച്ചു, എന്താണ് HVAC എന്നുള്ളതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡിസൈനിങ്ങിലേക്ക് കയറുവാണ്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെ ഡിസൈനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെന്റിലേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എയർ ക്വാണ്ടിറ്റി, അതായത് വെന്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, റീപ്ലേസിങ് ഓഫ് എയർ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിങ് ഓഫ് എയർ ആണ്. അപ്പം എത്ര ക്വാണ്ടിറ്റി എയറിനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി എയറിനെ എക്സ്ട്രാക്ട് ചെയ്ത് കളയേണ്ടി വരും, അതിന് എത്ര ക്വാണ്ടിറ്റി എയറിനെ ഫ്രഷ് എയർ ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോയ്ലറ്റ് സ്പേസിൻ്റെ വെന്റിലേഷനാണ്. അപ്പോൾ ടോയ്ലറ്റിനകത്ത് നമ്മൾ ഭിത്തിയിൽ ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, അത് ആ ടോയ്ലറ്റ് റൂമിനകത്ത് ജനറേറ്റ് ആകുന്ന ഫൗൾ സ്മെല്ലിനെ വെളിയിലോട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം റൂമിൽ നിന്ന് ഒരു സർട്ടൈൻ ക്വാണ്ടിറ്റി എയറിനെ ഈ ഫാൻ സക്ക് ചെയ്ത് വെളിയിലോട്ട് കളയുന്നുണ്ട്. അപ്പം റൂമിൽ നിന്ന് അത്രയും ക്വാണ്ടിറ്റി എയറിനെ വലിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഫാൻ വേണം അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ഫാൻ വെച്ച്, വലിയൊരു റൂമിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുഞ്ഞു ഫാൻ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എയറിനെ സക്ക് ചെയ്തെടുക്കില്ല. അപ്പം സ്മെല്ല് അവിടെ തങ്ങി നിൽക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇനി ചെറിയ റൂമിന് വേണ്ടിയിട്ട് വലിയ ഫാൻ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഫാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്ഷൻ പ്രഷർ അതിനുള്ളിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ വാതിലിനും ഡോറിന് കംപ്ലൈൻറ്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം പല ഇഷ്യൂസ് അതുകൊണ്ടും ഉണ്ടാവുന്നുണ്ട്. പിന്നെ പവറും എനർജി കൺസംഷനും കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ടോയ്ലറ്റ് സ്പേസിനകത്ത് നിന്ന് എത്ര ക്വാണ്ടിറ്റി എയറിനെ സക്ക് ചെയ്തെടുക്കണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റിയിലുള്ള ഫാൻ, റൈറ്റ് സൈസിലുള്ള ഫാൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യം അറിയേണ്ടത് നമ്മുടെ ടോയ്ലറ്റ് റൂമിൻ്റെ ഡയമെൻഷൻ എന്താണോ ആ ഡയമെൻഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ റൂമിനകത്ത് ജനറേറ്റ് ആവുന്ന എക്സോസ്റ്റ് എയർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം എക്സോസ്റ്റ് എയർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് വോളിയം ഇൻറ്റു ACH ഡിവൈഡഡ് ബൈ 1.7 എന്നുള്ളൊരു ഇക്വേഷനും ഉണ്ട്. വോളിയം ഇൻറ്റു ACH ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞൊരു ഇക്വേഷനും ഉണ്ട്. അപ്പം നമ്മുടെ വോളിയം, അതായത് ടോയ്ലറ്റ് സ്പേസിൻ്റെ വോളിയം നമ്മൾ മീറ്റർ ക്യൂബിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വോളിയം ഇൻറ്റു ACH ഡിവൈഡഡ് ബൈ 1.7 എന്നുള്ള ഇക്വേഷനെ യൂസ് ചെയ്യാം. വോളിയം നമ്മൾ ഫീറ്റ് ക്യൂബിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വോളിയം ഇൻറ്റു ACH ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞ ഇക്വേഷനെ യൂസ് ചെയ്യാം. ഇതിനകത്ത് വോളിയം എന്ന് പറയുന്നത് ആ ടോയ്ലറ്റ് റൂമിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ടോയ്ലറ്റ് റൂമിൻ്റെ ലെങ്ത് ഇൻ മീറ്റർ, ബ്രെഡ്ത്ത് ഇൻ മീറ്റർ, ഹൈറ്റ് ഇൻ മീറ്റർ എടുക്കാം. ലെങ്ത്തിനെ ഇൻ ഫീറ്റിലും നമുക്ക് മെഷർ ചെയ്ത് എടുക്കാം. കറസ്പോണ്ടിങ് ആയിട്ട് അതുപോലെ ബ്രെഡ്ത്തിനെയും ഹൈറ്റിനെയും ഒക്കെ നമുക്ക് ഫീറ്റിൽ എടുക്കുകയാണെങ്കിൽ ഫീറ്റ് ക്യൂബിലായിരിക്കും വോളിയം വരുന്നത്. ഇനി അവിടെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACH ആണ്. ACH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ചേഞ്ചസ് പെർ അവർ. ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യമായിട്ട് എയർ ചേഞ്ച് ആവണം എന്നുള്ളതാണ് എയർ ചേഞ്ചസ് പെർ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ടോയ്ലറ്റിൻ്റെ കേസിൽ നമുക്കൊരു 10 to 15 ടൈംസ് ഈ ഒരു റേഞ്ച് ഉണ്ട്. 10 times to 15 ടൈംസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂമിനകത്തുള്ള എയറിനെ ചേഞ്ച് ചെയ്യിക്കാം. അപ്പം ഇതിനകത്ത് ഏത് റേഞ്ച് വാല്യൂ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ പർപ്പസ്, അതായത് ബാത്ത് അറ്റാച്ച്ഡ് റൂമൊക്കെയാണ് ആളുകൾ കുറവാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫൗൾ സ്മെല്ലിൻ്റെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. നമ്മൾ നീറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും അവിടെ ജനറേറ്റ് ആവുന്ന ഫൗൾ സ്മെല്ലിൻ്റെ അളവും വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യാം. ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർ പല രീതിയിലായിരിക്കും ടോയ്ലറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം ഫൗൾ സ്മെല്ലിൻ്റെ റേറ്റും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ക്ലീനിങ്ങും പ്രോപ്പർ ആയിരിക്കില്ല. നമ്മൾ വീട്ടിൽ എപ്പോഴും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന പോലെ പബ്ലിക്
ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ അവിടെ മാക്സിമം ACH വാല്യൂ ഇട്ടിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡിസൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു പ്രോജക്റ്റിനകത്ത് അത് എന്ത് പർപ്പസിനുള്ളതാന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. റെസിഡൻഷ്യൽ ആണോ കൊമേഴ്ഷ്യൽ ആണോ, പബ്ലിക് ആണോ എന്നുള്ളത്, പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്നുള്ളത് അറിയാം. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ലീസ്റ്റ് വാല്യൂസ് പ്രിഫർ ചെയ്താൽ മതി. പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹയർ വാല്യൂ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് എയർ ക്വാണ്ടിറ്റി കിട്ടും. ഈ എക്സോസ്റ്റ് എയർ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫാൻ ആണെങ്കിലും ഇനി ഇതിന് അഡീഷണൽ ആക്സസറീസ് ആയ ഡക്റ്റിംഗ് സിസ്റ്റം ഒക്കെ വേണമെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫാൻ ചൂസ് ചെയ്യാൻ സിമ്പിളാണ്. ഫാൻ നമ്മൾ ഏത് കമ്പനിയുടെ ഫാനാണോ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാറ്റലോഗിൽ നമുക്ക് കിട്ടുന്ന ഈ CFM ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. അപ്പം അതിൻ്റെ കപ്പാസിറ്റി ഡയറക്റ്റ് അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഡക്റ്റും കാര്യങ്ങളും ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി അതിൻ്റെ ഡിസൈനിങ്ങിലേക്ക് സെപ്പറേറ്റ് കയറണം. ഇപ്പോൾ ഏകദേശം ടോയ്ലറ്റ് ഏരിയയുടെ എക്സോസ്റ്റ് എയർ CFM എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ടോയ്ലറ്റ് സ്പേസിലേക്ക് നമ്മൾ ഫ്രഷ് എയറിനെ സപ്ലൈ ചെയ്യാറില്ല. ചെറിയ ടോയ്ലറ്റ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഈ ടോയ്ലറ്റിനകത്ത് നമ്മൾ ഒത്തിരി നേരം ഒക്കുപ്പൈ ചെയ്യുന്നുമില്ല. അപ്പം ഡോറ് തുറക്കുമ്പോൾ കയറുന്ന ഫ്രഷ് എയർ തന്നെ മതി നമുക്ക് അവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചെറിയ ടോയ്ലറ്റ് സ്പേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രഷ് എയർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറില്ല. ഇനി വലിയ ടോയ്ലറ്റ് സ്പേസ്, അതായത് സ്ക്വയർ ഫീറ്റ് ഏരിയ നല്ല രീതിയിൽ കൂടുതലുള്ള രീതിയിൽ ബിൽഡിങ്സ് കെട്ടുമ്പം അതിനകത്തേക്ക് നമ്മൾ ഫ്രഷ് എയറിനെ റൂട്ട് ചെയ്ത് കൊടുക്കേണ്ട കേസ് വരാറുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാത്ത് ടബും അങ്ങനത്തെ ആക്സസറീസും ഒക്കെ വെച്ചിട്ട് ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് ടോയ്ലറ്റ് സ്പേസിൻ്റെ അതിനെ തന്നെ ഡിവൈഡ് ചെയ്ത് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിട്ട് ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ സ്പേസ് വരുമ്പോൾ ടോയ്ലറ്റ് സ്പേസ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ AC കൊടുക്കുന്ന കേസസ് വരെ ഉണ്ട്. അപ്പം വെന്റിലേഷനിൽ ടോയ്ലറ്റിനകത്തേക്ക് ഫ്രഷ് എയറിനുള്ള പോസിബിലിറ്റി അങ്ങനത്തെ കേസിൽ വരാറുണ്ട്. ഒട്ടും കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരുന്ന ഒരു ഏരിയയാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ അധികം ഡിസൈൻ ചെയ്യുന്നത് ഡക്റ്റും അതുപോലെ ജെറ്റ് ഫാൻസും ഒക്കെ വെച്ചിട്ടാണ്. ഡക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോവേഴ്സ് ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. ബ്ലോവർ അല്ലെങ്കിൽ അതുപോലെയുള്ള എക്സോസ്റ്റ് ഫാന്, സ്റ്റാറ്റിക് പ്രഷർ കൂടുതലുള്ള ടൈപ്പ് ഫാൻസിനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ ഡക്റ്റിന് ഈ പാർക്കിംഗ് ഏരിയയിൽ എല്ലായിടത്തേക്കും നമ്മൾ റൂട്ട് ചെയ്ത് കൊണ്ടുപോകും. അതിനകത്ത് ഇവിടെ കാണുന്ന പോലെ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പേസിൽ ജനറേറ്റ് ആവുന്ന എക്സോസ്റ്റ് സ്മോക്കിനെ ഈ ഗ്രില്ല് ത്രൂ വലിച്ചെടുത്തോളും. എന്നിട്ട് ഈ എയർ ട്രാവൽ ചെയ്ത് പോയി ഇതിൻ്റെ ഫാൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തേക്ക് ഫാൻ അതിനെ വലിച്ചെടുക്കും. ഫാനിൻ്റെ അപ്പുറത്തെ എൻഡ് ഡിസ്ചാർജ് എൻഡിലൂടെ ആ എയറിനെ വെളിയിലോട്ട് ഔട്ട് ചെയ്ത് കളയുകയും ചെയ്യും. ഈ രീതിയിലാണ് എക്സോസ്റ്റ് സിസ്റ്റം പാർക്കിംഗ് ഏരിയക്കകത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി പാർക്കിംഗ് ഏരിയൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സ്പേസും എന്താണ്, ഭിത്തി വെച്ചിട്ട് അടച്ചിരിക്കുകയാണെങ്കിൽ എൻ്റർ ചെയ്യുന്ന സ്പേസിൽ മാത്രമേ ഓപ്പണിംഗ് കാണുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊരു എൻക്ലോസ്ഡ് സ്പേസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എക്സോസ്റ്റ് സിസ്റ്റം മാത്രം ഡിസൈൻ ചെയ്താൽ പോരാ, ഫ്രഷ് എയർ സിസ്റ്റം കൂടെ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പം ഈ പാർക്കിംഗ് ഏരിയയുടെ എക്സോസ്റ്റ് CFM കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വോളിയം ഇൻറ്റു ACH ഡിവൈഡഡ് ബൈ 1.7 ഓർ വോളിയം ഇൻറ്റു ACH ഡിവൈഡഡ് ബൈ 60 തന്നെയാണ്. ഇക്വേഷനിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് വോളിയം എന്ന് പറയുന്നത് പാർക്കിംഗ് ഏരിയയുടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ആ പാർക്കിംഗ് ഏരിയയുടെ വോളിയം ആണ്. ACHൽ വ്യത്യാസമുണ്ട്. അവിടെ എയർ ചേഞ്ചസ് പെർ അവർ എന്ന് പറയുന്നത് 6 to 12 ടൈംസ് ആണ്. ഇതിനകത്ത് 6 to 12 ടൈംസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ പാർക്കിംഗ് സ്പേസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഈ റേഞ്ച് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ റഷായിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാക്സിമം വാല്യൂ നമ്മൾ ഓപ്റ്റ് ചെയ്യും. ലിമിറ്റഡ് പാർക്കിംഗ് വരുന്ന റെസിഡൻഷ്യലൊക്കെ അതുപോലെയുള്ള ഡിസൈനൊക്കെ ആണെങ്കിൽ ലിമിറ്റഡ് പാർക്കിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലീസ്റ്റ് വാല്യൂ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി പാർക്കിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഫ്രഷ് എയർ സപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. നേരത്തെ പറഞ്ഞിരുന്നു എൻക്ലോസ്ഡ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രഷ് എയർ സപ്ലൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സോസ്റ്റ്, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സോസ്റ്റ് എയർ CFMൻ്റെ 80% ആണ് നമ്മൾ ഫ്രഷ് എയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ,
ദെൻ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരുന്ന അടുത്തൊരു ഏരിയയാണ് കിച്ചൺ എക്സോസ്റ്റ്. പണ്ട് കിച്ചണിൽ എക്സോസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചിമ്മിനി വെച്ചിട്ടായിരുന്നു. അപ്പം ഭിത്തിയിലും അവിടെയും ഇവിടെയൊക്കെ കരിയും പുകയൊക്കെ ആയിട്ടിരിക്കും. പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നാണ് ഈ ആലുവ അടുപ്പുകൾ, പരിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കിച്ചണിൽ നിന്ന് വരുന്നത് നമ്മളൊരു കുഴലിലൂടെ ഔട്ട് ചെയ്ത് കളയുന്നു. പിന്നെ അത് കുറച്ചും കൂടെ മോഡേൺ ആക്കി ചെയ്തിരിക്കുന്നതാണ് ഹുഡ് ഹോബ് സെറ്റപ്പിൽ. അപ്പം ചെറിയ ചിമ്മിനി ഈ സ്റ്റൗവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കും. അതിലൂടെ കറക്റ്റ് സ്റ്റൗവിൽ നിന്ന് വരുന്ന ഈ എക്സോസ്റ്റ് സ്മോക്കിനെ നമ്മളൊരു ഫാൻ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം കിച്ചൺ സ്പേസിൽ വെന്റിലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിച്ചൺ റൂമിനകത്ത് സർട്ടൻ എയർ ക്വാണ്ടിറ്റി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് സ്റ്റൗവിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ആവുന്ന എക്സോസ്റ്റ് എയറും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യിക്കണം. അതിനനുസരിച്ചുള്ള കപ്പാസിറ്റിയിലുള്ള ഫാനും ഡക്റ്റും ഒക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പം കിച്ചൺ സ്പേസിൻ്റെ കേസിൽ എക്സോസ്റ്റ് CFM എന്ന് പറയുന്നത് കിച്ചൺ സ്പേസിനകത്തുള്ള എക്സോസ്റ്റ് CFM പ്ലസ് എക്സോസ്റ്റ് CFM ഫ്രം ഹോബ്. ഹോബ് എന്ന് പറയുന്നത് സ്റ്റൗ ആണ്. അപ്പോൾ സ്റ്റൗവിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് CFM പ്ലസ് ആ റൂമിനകത്തുള്ള എക്സോസ്റ്റ് CFM ആണ് കിച്ചണിനകത്തുള്ള ടോട്ടൽ എക്സോസ്റ്റ് CFM എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ കിച്ചൺ സ്പേസ് എക്സോസ്റ്റ് CFM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഒരു കിച്ചൺ സ്പേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ദാണ്ടേ താഴെ ഹോബുണ്ട്, സ്റ്റൗ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചിമ്മിനി സെറ്റപ്പ് കൊടുത്തിരിക്കുന്നതാണ് ഹുഡ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഹുഡ്. ആ ഹുഡിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇതുണ്ട് ഡക്റ്റ് ഉണ്ട്. ഡക്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഫാനുണ്ട്. ഇനി ആ ഫാനിൻ്റെ ഡിസ്ചാർജൻറ്റിൽ വീണ്ടും ഡക്റ്റ് കൊണ്ടുപോയിട്ടുണ്ടാവും. അത് നമ്മൾ റൂഫ് ടോപ്പിലേക്ക് ഔട്ട് ചെയ്ത് കളയും. ഇതിൽ കിച്ചൺ സ്പേസ് എക്സോസ്റ്റ് CFM നമ്മൾ ചെയ്യുന്നത് നേരത്തെ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സോസ്റ്റ് CFM is equal to volume in meter cube into ACH divided by 1.7 യൂസ് ചെയ്യാം. വോളിയം ഇൻ ഫീറ്റ് ക്യൂബ് ഇൻറ്റു ACH divided by 60 എന്നുള്ള ഇക്വേഷനും യൂസ് ചെയ്യാം. ഇവിടെയും എന്ത് മാത്രമേ മാറുന്നുള്ളൂ? ACH. അപ്പം ACHൻ്റെ വാല്യൂ കിച്ചണിൻ്റെ കേസിൽ വരുന്നത് 50 into 60 ടൈംസ് ആണ്. അപ്പം ഇതിനകത്ത് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അല്ലേ? 15 to 60 വരെയുള്ള റേഞ്ച് ഉണ്ട്. അപ്പം ഏത് ചൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി കുക്കിംഗ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ മാക്സിമം വാല്യൂസ് പ്രിഫർ ചെയ്യാം. മീഡിയം കുക്കിംഗ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ മിഡിലായിട്ടുള്ള വാല്യൂ യൂസ് ചെയ്യാം. ലീസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ പോലെയുള്ള സ്റ്റുഡിയോ ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ ലെസ് കുക്കിംഗ് ആയിരിക്കും വരുന്നത്, ലൈറ്റ് കുക്കിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ലീസ്റ്റ് വാല്യൂസ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കിച്ചൺ സ്പേസിനകത്ത് ജനറേറ്റ് ആകുന്ന എക്സോസ്റ്റ് CFM കിട്ടി. ഇനി കാണേണ്ടത് ഹോബിനകത്ത് ജനറേറ്റ് ആവുന്ന എക്സോസ്റ്റ് CFM ആണ്. അപ്പോൾ ഹോബ് എന്ന് പറയുമ്പോൾ സ്റ്റൗ ആണെന്ന് പറഞ്ഞല്ലോ. ഈ സ്റ്റൗവിനൊരു വിഡ്ത്തും ഉണ്ട്, ഒരു ലെങ്ത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിനെ ഞാൻ സ്മോൾ ലെറ്റർ L റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്തിനെ ഞാൻ സ്മോൾ ലെറ്റർ W മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോബിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ L, ഹോബിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ W. അപ്പോൾ ഇത് ഏത് ഡയമെൻഷനിലാണ് നമുക്ക് ഡ്രോയിങ്ങും കാര്യങ്ങളും കിട്ടുന്നതെങ്കിൽ അതിനെ മീറ്ററിലേക്ക് മാറ്റുക. ചിലപ്പോൾ ഡ്രോയിങ് mm തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും, ചിലപ്പോൾ ഫീറ്റിലായിരിക്കും. ഇനി ഏത് യൂണിറ്റിലാണ് കിട്ടിയെങ്കിലും അതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ ഈ സ്റ്റൗവിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹുഡ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിമ്മിനി. അപ്പോൾ ഈ സ്റ്റൗവും ചിമ്മിനിയും, അതായത് ഹോബും ഹുഡും തമ്മിൽ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഗ്യാപ്പിനെ ഞാൻ ഹൈറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റൗവും ഈ ഹുഡും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 meter to 0.9 meter വരെയാണ്. അപ്പം മാക്സിമം 0.9 meter വരെ എടുക്കാം. മാക്സിമം വലിയ പാത്രത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 1 meter താഴെ കാണുള്ളൂ. പിന്നെ അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ആ ഒരു റേഞ്ചിനുള്ളിൽ നമുക്കിതിന് ഹൈറ്റ് ലിമിറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് കിച്ചൺ ഹുഡിൻ്റെ സെറ്റപ്പാണ്. ഹോട്ടൽസിലൊക്കെ ഉണ്ടാകുന്ന ഒരു കിച്ചൺ ഹുഡിൻ്റെ ഫിഗറാണ് കാണുന്നത്. അപ്പം ഹോബും ഹുഡും തമ്മിലുള്ള ഹൈറ്റ് ഇതെവിടെ ഈ ഒരു ബ്ലാക്ക് ആരോയിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ് 0.6 meter to 0.9 meter വരെ വരാം.
ഇനി ഈ ഹോബിന് ലെങ്ത് ഉണ്ട്, ആ ലെങ്ത് ക്യാപിറ്റൽ എല്ലിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ ഇതിന് വിഡ്ത്ത് ഉണ്ട്, ആ വിഡ്ത്തിനെ ക്യാപിറ്റൽ ഡബ്ല്യൂല് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം ഇനി നമുക്ക് ഓൾറെഡി ഉള്ള ഇത്രയും ഡാറ്റ വെച്ചിട്ട് ഹുഡിന്റെ ലെങ്ത്തും ഹുഡിന്റെ വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുഡിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്മോൾ എൽ പ്ലസ് 0.8h, അതായത് ഹോബിന്റെ ലെങ്ത് പ്ലസ് 0.8h ആണ് ഹുഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഹുഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ഡബ്ല്യു പ്ലസ് 0.8h, അതായത് ഹോബിന്റെ വിഡ്ത്ത് പ്ലസ് 0.8h ആണ് ഹുഡിന്റെ വിഡ്ത്ത്. ഇത് അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ ഹോബിന്റെ ലെങ്ത്തിനെയും ഹോബിന്റെ വിഡ്ത്തിനെയും മീറ്ററിൽ എടുക്കണം എന്ന് പറയുന്നത്. സോ ഹുഡിന്റെ വിഡ്ത്തും ഹുഡിന്റെ ലെങ്ത്തും നമുക്ക് ഇവിടെ മീറ്ററിൽ തന്നെ കിട്ടും. അപ്പോൾ ഹുഡിന്റെ ബോട്ടം റീജിയണിലുള്ള സൈസാണ് ഇപ്പം നമ്മൾ കണ്ടത്. അതായത് അതിൻ്റെ ഈ ഒരു ലെങ്ത്തും ഈ ഒരു വിഡ്ത്തും, അപ്പോൾ ഈ ലെങ്ത്തും ഈ വിഡ്ത്തുമാണ് നമ്മളിപ്പം കണ്ടത്. ഇനി നമുക്ക് ഇതിലൂടെ എക്സോസ്റ്റ് ചെയ്യുന്ന എയറിൻ്റെ CFM കാണണം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അടുത്തത് അറിയേണ്ടത് ഏതൊക്കെ ടൈപ്പ് ഹുഡുണ്ട്, ആ ടൈപ്സിനനുസരിച്ച് അതിൻ്റെ വർക്കിംഗ് പെരിമീറ്ററും കൂടെ കാണണം. കാരണം എത്രത്തോളം എക്സോസ്റ്റ് സ്മോക്ക് ജനറേറ്റ് ആവുന്നുണ്ട് അതിനനുസരിച്ച് അത് കളക്ട് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടെ അതിന് വേണം. അപ്പം വർക്കിംഗ് പെരിമീറ്ററും കാണണം. അത് വർക്കിംഗ് പെരിമീറ്റർ കാണുന്നത് ഹുഡിൻ്റെ ടൈപ്പിനനുസരിച്ചാണ്. അപ്പം ഒരു കാറ്റഗറി വോൾ ടൈപ്പ് ആണ്. വോൾ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിൽ ചേർന്ന് ഇരിക്കുന്നതിനെയാണ് നമ്മൾ വോൾ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾ ടൈപ്പിൻ്റെ കേസ് എടുക്കുക, ഈ ഒരു ലെങ്ത് പോർഷൻ കാണാം, പിന്നെ ഈ ഒരു വിഡ്ത്ത് പോർഷൻ രണ്ടെണ്ണം കാണാം. അപ്പുറത്തെ സൈഡ് എന്താണ്? ഭിത്തിയാണ്. അപ്പം ഒരു വോൾ ടൈപ്പിന്റെ വർക്കിംഗ് പെരിമീറ്റർ കൺസിഡർ ചെയ്യുമ്പം ഒരു ലെങ്ത്തും കാണാം, രണ്ട് വിഡ്ത്ത്. ഈ ഒരു സൈഡ് ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡും കാണും. അപ്പോൾ വർക്കിംഗ് പെരിമീറ്റർ ഫോർ വോൾ ടൈപ്പ്, ഈ വോൾ ഈസ് ഈക്വൽ ടു L + 2W ആണ്. ഐലൻഡ് ടൈപ്പിന്റെ വർക്കിംഗ് പെരിമീറ്റർ കാണുമ്പം ഇത് എവിടെയും തട്ടിയിട്ടില്ല, ഐലൻഡ് ആയിട്ട് സെൻട്രലിൽ നിൽക്കുകയാണ്. അപ്പം ഇതിനുള്ള ഈ ലെങ്ത് കാണും, ഈ വിഡ്ത്ത് കാണും. അപ്പം ഒരു ലെങ്ത് അതിന്റെ ഓപ്പോസിറ്റ് അടുത്ത ലെങ്ത്, ഈ വിഡ്ത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ നെക്സ്റ്റ് വിഡ്ത്ത്. അപ്പം ഐലൻഡ് ടൈപ്പിന്റെ കേസിൽ ഈ ടാപ്പേർഡ് പീസ് എന്ന് പറയുന്നത് അതിന്റെ നമുക്ക് ടോട്ടലുള്ള വർക്കിംഗ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ P ഐലൻഡ് ഈസ് ഈക്വൽ ടു 2W + 2L. ഒരെല്ല് ഇതൊരു W, അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത W കാണും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വർക്കിംഗ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ വർക്കിംഗ് പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഇനി നമുക്ക് അറിയേണ്ടത് കുക്കിംഗ് റേഞ്ച് ആണ്. കുക്കിംഗ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ എക്സോസ്റ്റ് സ്മോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ കുക്കിംഗ് ലൈറ്റ് കുക്കിംഗ് ഉണ്ട്, മീഡിയം കുക്കിംഗ് ഉണ്ട്, ഹെവി കുക്കിംഗ് ഉണ്ട്. ഹോട്ടൽസ് ഒക്കെ ആണെങ്കിൽ ഹെവി ആയിരിക്കും, വീടൊക്കെ ആണെങ്കിൽ മീഡിയം ആയിരിക്കും. അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെന്റ് ഇതൊക്കെ ആണെങ്കിൽ ലൈറ്റ് കുക്കിംഗ് ഒക്കെ ആയിരിക്കും അത് മോസ്റ്റ്ലി വരുന്നത്. അല്ലെങ്കിൽ സിംഗിൾ ഫാമിലി ഒക്കെ ആണെങ്കിൽ ഒരുപാടൊന്നും കുക്ക് ചെയ്യത്തില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ പർപ്പസ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. അത് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീഡിയം അല്ലെങ്കിൽ ഹെവി ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുക്കിംഗ് റേഞ്ച് വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉണ്ട്. ലൈറ്റ് കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് റേഞ്ച് വാല്യൂ 100 ആണ്, മീഡിയം ആണെങ്കിൽ 150 ആണ്, ഹെവി ആണെങ്കിൽ 200 ആണ്. ഇത് ആഷ്വൽ സ്റ്റാൻഡേർഡ് പ്രകാരം സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുക്കിംഗ് റേഞ്ച് വാല്യൂ കുക്കിംഗ് ടൈപ്പിനനുസരിച്ച് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് CFM ഫ്രം ഹോബ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡാറ്റയായി. എക്സോസ്റ്റ് CFM ഫ്രം ഹോബ് CFM is equal to P എന്ന് പറയുന്നത് വർക്കിംഗ് പെരിമീറ്റർ ആണ്. വർക്കിംഗ് പെരിമീറ്റർ ഇൻറ്റു കുക്കിംഗ് റേഞ്ച് വാല്യൂ ഇൻറ്റു 3.28. P എന്ന് പറയുന്നത് മീറ്ററിലാണ്. വർക്കിംഗ് പെരിമീറ്റർ നമ്മൾ മീറ്ററിലാണ് ചെയ്തേക്കുന്നത്. അപ്പം മീറ്ററിൽ ഇരിക്കുന്നതിനെ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3.28 ഇൻറ്റു കുക്കിംഗ് റേഞ്ച് വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ എക്സോസ്റ്റ് CFM നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഹോബി എന്നുള്ള എക്സോസ്റ്റ് CFM ആയി. നേരത്തെ നമ്മൾ കിച്ചൺ സ്പേസിൽ നിന്നുള്ള എക്സോസ്റ്റ് CFM കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എക്സോസ്റ്റ് CFM ആയല്ലോ. ടോട്ടൽ എക്സോസ്റ്റ് CFM വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഇപ്പം ഇതിൻ്റെ ബോട്ടം പോർഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഹുഡിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ആ ഹുഡിന് എത്ര പെരിമീറ്റർ വേണം എന്നുള്ളതേ അറിഞ്ഞുള്ളൂ. ആ ഹുഡിൻ്റെ ബോട്ടത്തിൽ നിന്ന് അതിനെ ടാപ്പർ ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഡക്റ്റിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യണ്ടേ.
അപ്പം ആ ടാപ്പറിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഡക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും. അപ്പോൾ ഡക്റ്റിൻ്റെ സൈസിലേക്ക് അതിനെ എത്തിക്കണം. അപ്പം ആ പോർഷൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡക്റ്റ് സൈസ് എന്ന് പറയുന്നത് ഈ ഹുഡിൻ്റെ ടോപ്പ് പോർഷൻ ആണ്. അപ്പോൾ ടോപ്പ് പോർഷൻ്റെ സൈസ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. Q = AV എന്നാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇതിനകത്ത് Q എന്ന് പറയുന്നത് എയർ ഫ്ലോ റേറ്റ് ആണ്, നമ്മുടെ CFM അതായത് എക്സോസിഎഫ്എം. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഡക്റ്റ് ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എയർ ഫ്ലോ ആണ്. അപ്പം വെലോസിറ്റി ഓഫ് എയർ ഫ്ലോ കിച്ചൺ ഹുഡിൻ്റെ ഡിസൈനിങ്ങിൻ്റെ കേസിൽ 1500 FPM തൊട്ട് 2000 FPM വരെ ചൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്ന വാല്യൂ 2000 FPM ആണ്. അപ്പം ഇവിടെ നമ്മൾ Q കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി വിയുടെ റേഞ്ച് നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡക്റ്റിൻ്റെ സൈസ് കാണാം. ബാക്കി 2 പാരാമീറ്ററും അറിയാവുന്നതായതുകൊണ്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അടുത്ത കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡക്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലുണ്ട്, ഓവൽ ഷേപ്പിലുണ്ട്, മോസ്റ്റ്ലി ഫ്ലാറ്റ് ഓവലാണ്, സ്ക്വയർ ഷേപ്പിൽ അവൈലബിൾ ആണ്, റെക്റ്റാങ്കുലർ ഷേപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഷേപ്പാണ് നമ്മൾ ഹുഡിന് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ടോപ്പ് റീജിയൻ വരുന്നത്. അപ്പോൾ ഡക്റ്റും ആ റീജിയനിലായിരിക്കും, ആ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ റൗണ്ടിൻ്റെ ഏരിയ, അതായത് സർക്കുലർ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് A = π/4 d² ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ Q = AVയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ Q അറിയാം, Vയും അറിയാം, A മാത്രമാണ് അറിയാത്തത്. അപ്പോൾ A ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ A = Q/V എന്ന് റീറൈറ്റ് ചെയ്യാം. ഇനി ഇതിൽ A എന്ന് പറയുന്നതാണ് എന്ത്? π/4 d² എന്ന് പറയുന്നത്. അപ്പം ആ π/4 d² = Q/V എന്നും നമുക്ക് എഴുതാം. അപ്പോൾ π/4 d² = Q/V ആണെങ്കിൽ ഇതിൽ ഇനി അറിയാത്ത ടേം എന്ത് മാത്രമേ ഉള്ളൂ? d² മാത്രമേ ഉള്ളൂ. അതിനെ മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പം d² = 4Q/πV എന്നായി. ഇനി ഇതിൽ D ആണ് നമുക്ക് കാണേണ്ടത്. സോ D എടുക്കാൻ വേണ്ടിയിട്ട് D = √4Q/πV. അപ്പം നമുക്ക് D എന്തിൽ കിട്ടും? ഫീറ്റിൽ കിട്ടും. അതിനെ പിന്നെ നമ്മൾ ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഇഞ്ചിൻ്റെ റൗണ്ട് ഡക്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഇത് റൗണ്ട് ഡക്റ്റ് മാറിയിട്ട് നമുക്ക് സ്ക്വയർ ഡക്റ്റ് ആണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ സ്ക്വയർ ഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് A = A² ആണ്. അപ്പം A² കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് Q = AV എന്ന് പറഞ്ഞ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A = A², that is = Q/V വരും. A² = Q/V എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് A കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ ഈ Q/Vയുടെ. അപ്പം A എന്ന് പറയുന്നത് നമുക്ക് എന്തിൽ കിട്ടിക്കോളും? ഫീറ്റിൽ കിട്ടും. ദെൻ റെക്റ്റാങ്കുലർ ഡക്റ്റിൻ്റെ സൈസ് ചെയ്യുകയാണെങ്കിൽ റെക്റ്റാങ്കുലർ ഡക്റ്റിൻ്റെ സൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കുലർ ഡക്റ്റിൻ്റെ ഏരിയ L/B ആണ്. അപ്പോൾ L/B എന്ന് പറയുമ്പം നമ്മൾ 2 വാല്യൂ അറിയാത്തതാണ്. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കുക. അപ്പോൾ L-ഉം B-യും തമ്മിലൊരു റേഷ്യോ സെറ്റ് ചെയ്യുന്നു. L/B എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഈ ഡക്റ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയാം. അപ്പം L-ഉം B-യും തമ്മിലുള്ള ഈ ഒരു റേഷ്യോ നമുക്ക് മാക്സിമം 4:1 വരെ എടുക്കാം. 4:1 വരെ ആസ്പെക്ട് റേഷ്യോ എടുക്കാൻ പാടുള്ളൂ ഡക്റ്റിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് 1:1 എന്നുള്ള റേഷ്യോ ആണ്. 1:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷേപ്പിലോട്ട് പോയി? സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് 4:1 എന്നുള്ള റേഷ്യോ ആണ്. 3:1 എടുക്കാം, 2:1 എടുക്കാം, ഏത് വേണേലും എടുക്കാം. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് 4:1 ആണ്. അപ്പോൾ 4:1 ആസ്പെക്ട് റേഷ്യോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് B = 1, അതായത് B 1 ആണെങ്കിൽ L = 4 times greater than B അല്ലേ? അതായത് L എന്ന് പറയുന്നത് B-യേക്കാൾ 4 ഇരട്ടി കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എന്ത് എഴുതാം? L = 4B എന്ന് എഴുതിക്കൂടെ? 4 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4B. അപ്പം 4B ആണെങ്കിൽ
അതിനെ ഞാൻ റീറൈറ്റ് ചെയ്യുന്നു. A is equal to L into B എന്നുള്ള ഇക്വേഷനെ A is equal to 4B into B എന്ന് പറഞ്ഞ് എഴുതുന്നു. അതായത് 4B എന്ന് പറയുന്നത് L തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ആ L എന്നുള്ളിടത്ത് ഞാൻ ഈ 4Bയെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 4B into B എന്ന് പറഞ്ഞ് ഏരിയ എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 4B into B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? 4B² ആണ്. അപ്പം ഏരിയനെ ഞാൻ എന്ത് ചെയ്തു? 4B² എന്ന് പറഞ്ഞൊരു ടേമിലേക്ക് മാറ്റിയെടുത്തു ഈ ആസ്പെക്ട് റേഷ്യോ വെച്ചിട്ട്. ഇനി ഈ ഏരിയ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to 4B² എന്നുള്ളത് ഞാൻ ഈ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. A is equal to 4B² ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു Q/V ആണ്. അപ്പോൾ B² is equal to Q/4V ആണ്. B is equal to root of Q/4V. അപ്പം നമുക്ക് B എന്തിൽ കിട്ടും? ഫീറ്റിൽ കിട്ടും. അപ്പോൾ B into 4 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെങ്ത്തും കിട്ടും. അപ്പം റെക്റ്റാങ്കുലർ ഡക്റ്റിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഈ കിച്ചൺ സ്പേസിൻ്റെ ഫ്രഷ് എയർ CFM കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ 80% ഓഫ് ദി ടോട്ടൽ എക്സോസ്റ്റ് CFM ആണ് നമ്മുടെ കിച്ചൺ സ്പേസിനകത്തേക്കുള്ള ഫ്രഷ് എയറിൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് അറിയേണ്ടതുള്ളത്. ഇത് ഞാൻ ഇതിൻ്റെ തിയറി സൈഡ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ തരാം. അപ്പോൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ടോയ്ലറ്റിൻ്റെയും പാർക്കിങ്ങിൻ്റെയും കിച്ചൺ സ്പേസിൻ്റെയും മൂന്നിൻ്റെയും പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ എയർ ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ തിയററ്റിക്കൽ ഐഡിയയും കിട്ടിയല്ലോ. അതായത് നമുക്ക് CFM-ഉം വെലോസിറ്റിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡക്റ്റിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്, ഏതൊക്കെ ഷേപ്പുള്ള ഡക്റ്റ് ഉണ്ടെന്നുള്ളതും പറഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ ബേസിൽ നമുക്ക് ഡക്റ്റിങ്ങിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.